ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി പൊള്ളിച്ചതാണ്. സാധാരണ മത്തി പൊള്ളിക്കുന്ന മസാലയൊന്നുമല്ല, ഒരു സ്പെഷ്യൽ മസാലയാണ്. മത്തി പൊള്ളിക്കുന്ന ഈ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മത്തി എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ മത്തിയുണ്ട്. ഇത് നന്നായിട്ട് വരഞ്ഞു വെച്ചേക്കുന്നതാണ്, ചെറിയ മത്തിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് മാങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 10 പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഉള്ളി, തേങ്ങ, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വാഴയില വാട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. തേങ്ങ, ഈ കൂട്ടുകളെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം, എന്നിട്ട് ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വാഴയില, ഇത് ഡാമേജ് ആയിട്ടുണ്ട് വാഴയില. ഇതിവിടെ ഞങ്ങൾക്ക് വാഴയില ഒന്നും കിട്ടില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഒമാനിയുടെ ഫാമിൽ നിന്ന് അവിടെ കാണാൻ പോയപ്പോൾ കൊണ്ടു തന്ന വാഴയിലയാണ്. ഇത് 2 ദിവസം ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ് ഇങ്ങനെ കീറിയൊക്കെ ഇരിക്കുന്നത്. അരച്ച അരപ്പ് ഇങ്ങനെ നിരത്തി വയ്ക്കുക. വാഴയില നിവർത്തി വെച്ചിട്ട് അരപ്പ് ഇങ്ങനെ നിരത്തി വയ്ക്കുക. ഇതിനകത്തേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നമ്മൾ മാങ്ങാ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെയാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് എല്ലാം ചേർത്ത് അരച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട്, കറിവേപ്പിലയൊക്കെ ധാരാളം ഇടാം, നല്ലൊരു മണമാണ് കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഓരോ മത്തിയായിട്ട് നല്ലപോലെ വരഞ്ഞു വെച്ച മത്തിയാണ്, അതിങ്ങനെ നിരത്തി വയ്ക്കുക. വലിയ മത്തി കൊണ്ടും ഉണ്ടാക്കാം, ചെറിയ മത്തിയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. മത്തി ഇങ്ങനെ നിരത്തി വയ്ക്കുക. എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മുളകിൻ്റെ അളവ് കൂട്ടി വയ്ക്കാം. പിന്നെ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് നല്ല എരിവ് കിട്ടാൻ നല്ലത്. ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും കറിവേപ്പില ഇട്ട് നമ്മൾ അരപ്പ് കുറച്ചുകൂടെ അരച്ച് നമ്മുടെ അരപ്പ് കുറച്ചുകൂടെ വയ്ക്കണം. നന്നായിട്ട് അതിൽ അമുക്കി തേച്ച് വെക്കണം, നല്ലത് പിടിക്കുള്ളൂ നന്നായിട്ട്. സാധാരണ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന ഉപ്പിൻ്റെ അളവിൽ നിന്ന് കുറച്ചൊരു കൂടുതൽ ഉപ്പ് ചേർക്കണം, എന്നാലേ മീനിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഒരു ഫുൾ മാങ്ങ എടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല പുളിയുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് മീനിൽ നല്ല പൊതിഞ്ഞ് വയ്ക്കുക. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇത് ഇച്ചിരി ഡാമേജ്ഡ് ഇല ആയതുകൊണ്ട്, കീറിയതുകൊണ്ട് ഇതിൻ്റെ പൊതിയലൊക്കെ കുറച്ച് പാടാണ്. ഇല കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ല ഇലയൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ അങ്ങനെ വാഴയൊന്നുമില്ലല്ലോ. ഇത് ഗൾഫിൽ അങ്ങനെ കിട്ടാറില്ലല്ലോ ഇതൊന്നും. ഇതിപ്പം ചിലപ്പം ഓണം വിഷുവൊക്കെ വരുമ്പോൾ ലുലുന്നൊക്കെ ഇങ്ങനെ വാഴയില വാങ്ങാറുണ്ട്, അല്ലാതെ കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫാമുകളിലൊക്കെ പോകണം. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് പാക്ക് ചെയ്യണം, നന്നായിട്ട് കവർ ചെയ്യണം. അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊള്ളിക്കാൻ വെക്കുമ്പോഴേക്കും ഈ മസാലയൊക്കെ പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ പൊതിയൊക്കെ റെഡിയായി. പിന്നെ നമുക്ക് ഇതെങ്ങനെ പൊള്ളിക്കുന്നത് നോക്കാം.
കുക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ട് വയ്ക്കാം. ഇനി ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പൊതി വയ്ക്കാം. ഇത് നല്ല പ്രസ് ചെയ്തിരിക്കണം, എന്നാലും നല്ല പൊള്ളിച്ച മാതിരി വരെയുള്ളൂ. അപ്പോൾ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. നല്ല ചട്ടി എടുത്ത് വയ്ക്കാം, വെയിറ്റുള്ള ചട്ടി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഇടിയനാണ്, അതിന് നല്ല വെയിറ്റ് ഉണ്ട്, അപ്പോൾ അതെടുത്ത് വെച്ചതാണ്. ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഒരു വശം മറിച്ചിടുക, എന്നിട്ട് അടുത്ത വശം ഇങ്ങനെ ആക്കി വയ്ക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി, തീ കൂട്ടിയിട്ടിട്ട് ഇല കരിഞ്ഞു പോകും, ഉള്ളു വേഗത്തുമില്ല. അപ്പോൾ ചെറിയ തീയിലായതുകൊണ്ട് ടൈം കൂടുതലെടുക്കും, കുറേ കൂടുതൽ സമയം ഇങ്ങനെ വയ്ക്കുക. ഇതിപ്പോൾ പുറത്ത് ചാടിയൊന്നും പോയിട്ടില്ല, നന്നായിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ വരും, മീനിങ്ങനെ വെന്ത മണമൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാം. ഈ റാപ്പൊക്കെ തുറന്ന് നോക്കാം, നമ്മളുടെ മീൻ പൊള്ളിച്ചതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ. നമ്മൾ ഒഴിച്ച എണ്ണയാണ്, പാനിൽ ഒഴിച്ച എണ്ണയാണ്. എണ്ണ ഒഴിച്ചിട്ട് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ ഇല കരിഞ്ഞ് പോകും, നന്നായിട്ട് മൂതായി കിട്ടില്ല. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇലയൊക്കെ കീറി നല്ല ആവി പറക്കുന്ന ചൂടായിട്ടുള്ള മത്തി പൊള്ളിച്ചത് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ഡിഷാണ്. നല്ല മണമൊക്കെ ഉണ്ട്. വാഴയിലയിൽ ഇങ്ങനെ പൊള്ളിച്ച് വന്നപ്പോൾ നല്ലൊരു മണവും കഴിക്കാൻ തോന്നുന്നൊരു മണമൊക്കെയാണ്. ഈ വാഴയിലൊക്കെ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വല്ലാത്ത പാടായിരിക്കും. എല്ലാവരും മത്തി ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ഡിഷാണ്, വളരെ നല്ലൊരു മണവും രുചിയും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.